എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മനോജ് നമ്പ്യാർ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അയാട്ട കോഴ്സുകളെ പറ്റിയും അയാട്ടയുടെ പ്രാധാന്യത്തെ പറ്റിയുമാണ്. അയാട്ട എന്നത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, കാനഡയിലെ മോൺട്രിയൽ ആസ്ഥാനമായ ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അയാട്ടയുടെ പ്രധാന ലക്ഷ്യം അയാട്ട മെമ്പർ ഇൻ്റർനാഷണൽ എയർലൈൻസുകളെ സെർവ് ചെയ്യുക എന്നതാണ്. 290-ലധികം ഇൻ്റർനാഷണൽ എയർലൈൻസുകൾ അയാട്ടയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നും 4 എയർലൈൻസുകളുണ്ട്. അതിലൊന്ന് എയർ ഇന്ത്യ, പിന്നെ വിസ്താര, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ. അതുകൂടാതെ ലോകത്താകമാനം അക്രഡിറ്റഡ് ട്രാവൽ ഏജൻസീസും അയാട്ടയുടെ അണ്ടറിലാണ്. അതിന് അയാട്ട അക്രഡിറ്റഡ് ട്രാവൽ ഏജൻസീസ് എന്നും പറയും. ഇത് രണ്ടും കൂടാതെ തന്നെ അയാട്ട അതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ. അങ്ങനെ വരുമ്പോൾ അയാട്ടയുടെ ട്രെയിനിങ് ഡിവിഷൻ സെപ്പറേറ്റ്, അയാട്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിവിഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിവിഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ അയാട്ട 3 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒന്ന് എയർലൈൻസ്, സെക്കൻഡ് ട്രാവൽ ഏജൻസീസ്, 3 ട്രെയിനിങ് സെൻറ്റർ, ട്രെയിനിങ് ഡിവിഷൻ. ഈ 3ലേക്കും വേണ്ടിയുള്ള കാര്യങ്ങളും അയാട്ട ലോകത്താകമാനം അയാട്ടയുടെ അണ്ടറിലാണ് ഉള്ളത്. അത്രയും ബൃഹത്തായ ഒരു കാര്യമാണ് അയാട്ട ചെയ്യുന്നത്. വലിയൊരു സംഘടനയാണ്, 10,000-കണക്കിന് പേര് ജോലി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ഈ 3000-ലധികം അക്രഡിറ്റഡ് ട്രാവൽ ഏജൻസീസ് ഇന്ത്യയിലുണ്ട്. ഇത്രയും ബൃഹത്തായ ഒരു ശൃംഖല വരുമ്പോൾ അത്രമാത്രം ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവറും ഈ മേഖലയിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അയാട്ടയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നത് ഈ ഇൻഡസ്ട്രിയെ സെർവ് ചെയ്യുന്നത് കൂടാതെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. നമുക്കിവിടെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അയാട്ട ട്രാവൽ ഏജൻസീസും അയാട്ട ട്രാവൽ ഏജൻസിക്ക് ആവശ്യമായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെ അയാട്ട ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. തീർച്ചയായും പറയാം, അയാട്ടയുടെ അണ്ടറിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ 200-ലധികം അയാട്ട അതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? പൊതുവെ പല ഡിപ്ലോമ കോഴ്സുകളും പഠിപ്പിക്കുന്നു. ഇൻഡസ്ട്രിക്ക് ആവശ്യമായ, ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഏവിയേഷൻ, ടൂറിസം, കാർഗോ, ഈ 3 മേഖലകളിലേക്കും ആവശ്യമായ പലതരം കോഴ്സുകൾ അവർ ഡിസൈൻ ചെയ്ത് ലോകത്താകമാനം ഒരേ ദിവസം പരീക്ഷ നടത്തി എത്രയോ കാലമായി നടത്തുന്നു. അങ്ങനെയുള്ള കോഴ്സുകൾക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ലോകത്താകമാനം അംഗീകാരമുണ്ട്. പ്രത്യേകിച്ചിട്ടും വ്യോമയാന മന്ത്രാലയത്തിൻ്റെയും ട്രാവൽ അസോസിയേഷൻ്റെയും അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ട്രാവൽ ഇൻഡസ്ട്രിയും അയാട്ട കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. പിന്നെയുള്ളത് അയാട്ട സ്റ്റാൻഡേർഡാണ്. അതെ, അയാട്ട ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. അക്കാദമിക് നിലവാരമല്ല, ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് കോഴ്സ് ആയത് കാരണം സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ ഇന്ത്യയിലെ വ്യോമയാന മന്ത്രാലയം കൂടി അയാട്ട കോഴ്സുകളെ സ്കിൽ ബേസ്ഡ് കോഴ്സിൽ പെടുത്തി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും അതുകൂടാതെ PG കഴിഞ്ഞവർക്കും എല്ലാം അയാട്ട കോഴ്സുകൾ പഠിക്കാം. പ്രത്യേകിച്ചിട്ട് എയർലൈൻസിൽ ഏവിയേഷൻ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അല്ലെങ്കിൽ എയർ കാർഗോ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അയാട്ട കോഴ്സുകൾ ഇക്കാലത്ത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രധാനമായും പല എയർലൈൻസുകളും അയാട്ട കോഴ്സുള്ളവരെയാണ്, അയാട്ട കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരെ പരിഗണിക്കുന്നുണ്ട് പല പോസ്റ്റുകളിലേക്കും. അങ്ങനെ വരുമ്പോൾ അയാട്ടയുടെ ഏത് കോഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ്. തീർച്ചയായും അയാട്ടയുടെ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഉള്ളത് ട്രാവൽ ആൻഡ് ടൂറിസമാണ്. ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ അയാട്ടയുടെ 3 ലെവൽ പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. ഒന്ന് അയാട്ട ഫൗണ്ടേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം, അയാട്ട കൺസൾട്ടൻറ്റ് ലെവൽ, അയാട്ട മാനേജിംഗ് ദ ട്രാവൽ ബിസിനസ്. ഈ 3 ലെവൽ അയാട്ട കോഴ്സുകൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൂടാതെ ഏവിയേഷൻ മേഖലയിൽ യഥേഷ്ടം കോഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാസഞ്ചർ സർവീസസ്, റാമ്പ് സർവീസസ്, എയർപോർട്ട് ഓപ്പറേഷൻ. കൂടാതെ കാർഗോ എന്ന് പറയുമ്പോൾ കാർഗോ ഇൻട്രൊഡക്ടറി കോഴ്സ് ഉണ്ട്, DGR കോഴ്സുകളുണ്ട്, അതുപോലെ പലതരം കോഴ്സുകളും അതിൽ. സോ എല്ലാതരം ഏവിയേഷനും ടൂറിസവുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കോഴ്സുകൾ ലോകത്താകമാനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ അയാട്ട. അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു രാജ്യത്തേക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇൻ്റർനാഷണൽ ആണ്. നമ്മൾ ഇന്ത്യയിലെ ഡെസ്റ്റിനേഷൻ ജോഗ്രഫി മാത്രം അറിഞ്ഞാൽ പോരാ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയണം. അങ്ങനെ നമ്മൾ വരുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അയാട്ട ക്വാളിഫിക്കേഷൻ നിർബന്ധമായി വരും. അയാട്ട ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം നോളജ് ഉണ്ടാകണമെന്നില്ല. അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഹോംവർക്ക് ചെയ്യുകയും വേണം.
അയാട്ട പഠിച്ചുകൊണ്ട് മാത്രം നല്ലൊരു കൺസൾട്ടൻ്റ് ആകണമെന്നില്ല. അയാട്ട പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ നന്നായി അത് ബ്രഷപ്പ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അയാട്ടയുടെ ഫൗണ്ടേഷൻ കോഴ്സുകൾ ആണ് ഏറ്റവും കൂടുതൽ ലോകത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അയാട്ട ഫൗണ്ടേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം. ആ കോഴ്സ് പൊതുവെ +2 കഴിഞ്ഞവർക്കും പഠിക്കാം, ഡിഗ്രിക്കാർക്കും പഠിക്കാം. +2 കഴിഞ്ഞവർക്ക് മിനിമം 1 വർഷമെങ്കിലും പഠിക്കുന്നതായിരിക്കും ഉത്തമം. ഡിഗ്രി കഴിഞ്ഞവർക്ക് 6 മാസത്തെ കോഴ്സ് പഠിച്ചാലും മതി. പിന്നെ അയാട്ട കോഴ്സുകൾ എവിടെ പഠിക്കാം എന്നുള്ളതാണ്. തീർച്ചയായും അയാട്ട അതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്ററിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി മോഡും ഉണ്ട്, നിങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ അയാട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല പ്രാഗൽഭ്യമുള്ള അധ്യാപകർ, അയാട്ട ക്വാളിഫൈഡ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ ഓർ ട്രെയിനേഴ്സ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചിട്ടും അയാട്ട കോഴ്സുകൾ കോളേജിലെ അക്കാദമിക് കോഴ്സ് പോലെയല്ല, കുറച്ച് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അധ്യാപകൻ്റെ റോൾ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക, നല്ല അധ്യാപകരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക, നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പറഞ്ഞ പോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അയാട്ട അതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉള്ളത്. അതിനാൽ കണ്ണൂരിലായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കോഴിക്കോടാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്കിരിക്കുന്ന ഒരു സെൻറ്റർ. പിന്നെ അയാട്ട ഇപ്പോൾ അടുത്ത കാലത്ത് പലതരം മാറ്റങ്ങൾ വരുത്തി അയാട്ട കോഴ്സുകളൊക്കെ ഇപ്പോൾ ഓൺലൈനും അതുപോലെ തന്നെ അയാട്ട എക്സാം ഓൺലൈനും ആക്കി മാറ്റാൻ പോവുകയാണ്. ഈ സെപ്റ്റംബറിന് ശേഷം അയാട്ട എല്ലാ എക്സാമും ഓൺലൈനാക്കും. ഓൺലൈൻ എക്സാമാണ്, ഇമ്മീഡിയറ്റ് റിസൾട്ടും വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നമ്മളെ സെൻറ്ററിൽ ഏതെങ്കിലും സെൻറ്ററിലിരുന്നോ നമുക്ക് പരീക്ഷ എഴുതാം. കോഴിക്കോടോ മറ്റുള്ള സ്ഥലങ്ങളിലോ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അയാട്ട കോഴ്സ് പാസ്സാകാൻ മിനിമം 60% മാർക്കാണ് ആവശ്യം. 85% ഡിസ്റ്റിങ്ഷനും പിന്നെ അത് തന്നെ ഇത്രയും കാര്യങ്ങൾ. അയാട്ടയുടെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഇൻഡസ്ട്രിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിച്ച് നമ്മൾ പുറത്തു വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് ആവശ്യമായ ഒരു സ്ഥാനം തീർച്ചയായും ലഭിക്കുമെന്നുള്ളതാണ്. അക്കാരണത്താൽ തന്നെ അയാട്ട കോഴ്സുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഒരു ഡിഗ്രി പഠിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞവർക്ക് തീർച്ചയായും ട്രാവൽ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ജോലി വേണമെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു കോഴ്സാണ് അയാട്ട ട്രാവൽ ആൻഡ് ടൂറിസം. അതുകൂടാതെ എയർപോർട്ടിലോ എയർലൈനിലോ ജോലി കിട്ടണമെങ്കിൽ പാസഞ്ചർ സർവീസ്, അതുപോലെ എയർപോർട്ട് ഓപ്പറേഷൻ, റാം സർവീസ്, ഇങ്ങനെയുള്ള കോഴ്സുകളും അവർക്ക് ചെയ്യാം. ഇതൊരു മൈലേജാണ്. അയാട്ട കോഴ്സുകൾ ചെയ്യുന്നത് എപ്പോഴും ഒരു മൈലേജാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്, അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. നന്ദി.